അത് കോൺഗ്രസിൻ്റെയും സർക്കാരിൻ്റെയും ഇടയിലായിരിക്കും, എനിക്കറിയില്ല. എന്നെ മന്ത്രി വിളിച്ചു, ഞാനത് ബഹുമതിയെ കണ്ടു. ദേശീയ സേവനത്തിനാണ് അവരാവശ്യപ്പെട്ടത്. അത് ഞാൻ എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാനെൻ്റെ വാക്കും കൊടുത്തു. അതിലാണ് ഞാൻ നിൽക്കുന്നത്. അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എൻ്റെ പേര്. എന്നെ ഡൽഹിയിലും ക്ഷണിച്ചിട്ടുണ്ട്. ചില സംസാരങ്ങളും ബ്രീഫിങ്ങൊക്കെ ഉണ്ടായിട്ട് അത് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. പക്ഷേ പാർട്ടി പിന്നെയും സർക്കാരിൻ്റെ ഇടയിലുള്ള വിഷയത്തെക്കുറിച്ച് എനിക്കൊരു പിടുത്തമില്ല, എനിക്കറിയില്ല. അവർ സംസാരിച്ചോട്ടെ. സർക്കാർ എന്നെ വിളിച്ചതിന് പാർട്ടി നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് അവരെന്നെ തീരുമാനിക്കട്ടെ. ഇത് പുതിയ വാർത്തയല്ല, ഇത് 1-2 ദിവസമായ സംസാരമാണ്. ഞാൻ എൻ്റെ ഭാഗമായിട്ട് എൻ്റെ പാർട്ടി അറിയിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊരു ക്ഷണം വന്നിട്ടുണ്ട്. പക്ഷേ മന്ത്രിയുടെ ഒഫീഷ്യൽ എഴുത്ത് ഇന്നലെ വന്നപ്പോൾ ഞാൻ ഉടനെ സമ്മതിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ നോക്കൂ, നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തിയുള്ളൂ. ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെല്ലാവർക്കും അറിയാം, ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ച് 88 മണിക്കൂറിൻ്റെ ഒരു യുദ്ധം നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ്, നമ്മളെക്കുറിച്ച് എന്താണ് ലോകം അറിയുന്നത്, ഇതിലൊക്കെ നമ്മളെല്ലാവർക്കും ഒരു പങ്കുണ്ടാവണം. ആ സ്പിരിറ്റിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് ഈ കാര്യത്തിൽ ശരിക്കും പറയാൻ എനിക്കൊരു രാഷ്ട്രീയം കാണുന്നില്ല. എൻ്റെ രാജ്യം, നമ്മളെല്ലാവരും ഭാരതീയരാണ്. നമ്മുടെ ഭാരതത്തിനൊരു പ്രതിസന്ധി ഉള്ള സമയത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു ഭാരതീയ പൗരനോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ വേറെ എന്ത് ഉത്തരം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എന്നോട് പറയും. ഇതൊക്കെ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല. കാരണം ഞാൻ എല്ലാവരും ഒരു പേര് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വിളികൾ കിട്ടി, അത്രേ എനിക്കറിയുള്ളൂ. അതും പാർട്ടിയോട് ചോദിക്കൂ. കോൺഗ്രസ് എംപി ആയ അങ്ങയെ സർക്കാർ ഉപയോഗപ്പെടുത്തുമ്പോൾ കോൺഗ്രസ് എന്തിനാണ് ഈ അസഹിഷ്ണുത കാട്ടുന്നത്? അങ്ങ് ഈ ലിസ്റ്റിൽ പെടില്ല എന്നൊക്കെ അതും എന്നോടാണ് ചോദിക്കേണ്ടത്. നോക്കൂ, കോൺഗ്രസിന് എൻ്റെ കഴിവില്ലായ്മയെ കുറിച്ച് അവർ വ്യക്തിപരമുള്ള അഭിപ്രായം ഇപ്പോഴത്തെ നേതൃത്വത്തിൽ നിന്നുണ്ടാവാം. അത് അവരോട് ചോദിച്ചാൽ മതി. എനിക്ക് അവരഭിപ്രായം ഉണ്ടാവാൻ പൂർണ്ണ അവകാശമുണ്ട്. പക്ഷേ ഇത് സർക്കാരിൻ്റെ ഒരു ഡെലിഗേഷനാണ്. സർക്കാരാണ് തിരഞ്ഞെടുത്ത ആൾക്കാരെ അയക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ അഭിപ്രായം ഒരു പക്ഷെ വേറെ ആയിരിക്കും. അത്രയല്ലേ ഉള്ളൂ. ഞാൻ അതിനെക്കാട്ടെ എന്താ പറയുന്നത്? ആർക്കും എന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാൻ സാധിക്കില്ല കേട്ടോ. നമുക്ക് നമ്മുടെ സ്വന്തം വിലയുണ്ട്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ചിന്തയാണ്. ഇറ്റ് ഈസ് എൻ ഓണർ ആൻഡ് ദ നേഷൻ റിക്വയർസ് മൈ സർവീസസ്, ഐ ആം അവൈലബിൾ. അതാണ് എൻ്റെ സന്ദേശം. ദേശ സേവനം നമ്മൾ ഒരു പൗരന്മാരുടെ ഒരു കടമയാണെന്നാണ് എൻ്റെ വിശ്വാസം. അഥവാ രാജ്യത്തിൻ്റെ ആവശ്യത്തിൽ സർക്കാർ എൻ്റെ സേവനം ആവശ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് മന്ത്രി പറഞ്ഞത്, നിങ്ങളുടെ അനുഭവവും നിങ്ങളുടെ കഴിവുമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് സംസാരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ സമയത്ത് രാജ്യമാണ്, സർക്കാരാണ് നിങ്ങളുടെ ഈ സേവനം ആവശ്യപ്പെടുന്നത്. ഞാൻ ഉടനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇപ്പോൾ വേണ്ടിയിട്ടും എൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണ്. അതിലൊരു പ്രശ്നമില്ല. രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കാര്യം പുതിയതല്ല. എൻ്റെ അറിവിൽ ഞാൻ ആ സമയത്തൊക്കെ ഇന്ത്യയിലേ ഉണ്ടായിരുന്നില്ല, രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2008 നമ്മളുടെ മുംബൈ ആക്രമണം സംഭവിച്ചപ്പോഴും എൻ്റെ ഓർമ്മയിൽ മൻമോഹൻ സിംഗ് സർക്കാരും MP-മാർ ഡെലിഗേഷൻസ് പല രാജ്യങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ലതാണ്. നമ്മളുടെ രാജ്യത്തിൽ ഒരു ആക്രമണമൊക്കെ സംഭവിച്ച സമയത്തിൽ നമ്മളുടെ ഐക്യം, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതും ഒറ്റ വാക്കിൽ ഒറ്റ സ്വരത്തിൽ സംസാരിക്കുന്നതും ഇത് ഭാരതത്തിന് നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഭാവിയിലും ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അത് അവരോട് ചോദിക്കുന്നു. എനിക്കതിനെ വേറെ കുറച്ച് വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല. എൻ്റെ സുഹൃത്തെ, നിങ്ങളൊന്ന് എന്നോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അഥവാ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? ഞാനൊരു കോൾ സ്വീകരിക്കുന്നു, ഞാൻ അതിന് യെസ് പറയുന്നു, ഞാൻ എൻ്റെ പാട് നോക്കുന്നു. ഞാൻ വല്ല വിവാദത്തിന് വേണ്ടി നിങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എന്നെ വിളിച്ചത് പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്ററായ ശ്രീ കിരൺ റിജിജുവാണ്. വേറെ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ടില്ല. ആ പാർട്ടിയിൽ നിന്ന് സർക്കാരിന് ഇവിടുന്ന് ഇതൊരു പാർലമെൻ്ററി വിഷയമായിട്ട് MP-മാരുടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് മാത്രമാണ് എന്നെ അറിയിച്ചിരിക്കുന്നത്. വേറെ ഒരു ചോദ്യവും ചോദിക്കാൻ ഒരു ആവശ്യമില്ല. ഇതിൽ അങ്ങനെ വിഷയങ്ങൾ വന്നിട്ടുമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.